ഇബ്രാഹിം റൈസിയുടേത് കൊലപാതകമെന്ന് അറബ് രാജ്യങ്ങൾ വിധി എഴുതുന്നുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യത്തേക്കാൾ മൊസാദ് എന്ന പേര് അറബ് രാഷ്ട്രങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. അടുത്ത കുറി വീഴാൻ പോകുന്നത് ഖത്തറിനാണെന്നാണ് മുന്നറിയിപ്പ്. ഹമാസിന് ഒളിഞ്ഞും മറഞ്ഞും സഹായങ്ങൾ ചെയ്യുന്നത് ഖത്തറാണെന്ന് എല്ലാവർക്കും അറിയാം. ഹമാസിന്റെ ഉന്നത നേതാക്കളും അവരുടെ കുടുംബങ്ങളും ഖത്തറിൽ സുഖവാസത്തിലാണെന്നും ഏത് ആളുകൾക്കാണ് മനസ്സിലാകാത്തത്? ഈ കൊടും ഭീകരർക്ക് അഭയം നൽകുന്നത് ഖത്തർ. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം ഇബ്രാഹിം റൈസിയുടെ അറിവോടെ എന്ന വിവരം പുറത്തു വന്നപ്പോൾ റൈസിക്ക് കുറിച്ചുവെച്ചതാണ് മൊസാദ്. റൈസിയുടെ മരണത്തിന് പിന്നിൽ മൊസാദ് എന്ന അറബ് രാജ്യങ്ങൾ തറപ്പിച്ചു പറയുന്നത് അതുകൊണ്ടാണ്. ഹമാസിന്റെ തലവൻ യഹ്യ സിൻവർ ഖത്തറിൽ സുരക്ഷിതനായി കഴിയുകയാണ്. ഇയാളെ പോക്കാൻ മൊസാദ് പലതവണ ഖത്തറിൽ വട്ടമിട്ട് പറഞ്ഞു. ഇനിയും യഹ്യയെ വിട്ടുകിട്ടിയില്ലെങ്കിൽ മൊസാദ് വെറുതെ ഇരിക്കില്ലെന്നുറപ്പ്. റൈസിയുടെ മരണം അറബ് രാജ്യങ്ങളെ പിടിച്ചുലച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഖത്തറിന് ഭയം ഉടലെടുത്തു കഴിഞ്ഞു. യുദ്ധത്തിൽ സമാധാന ചർച്ചകൾക്കും മറ്റും മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണെന്ന് ഓർക്കണം. ഹമാസിന്റെ എല്ലാ ആവശ്യങ്ങളും ഇസ്രായേലിന് മുന്നിൽ എത്തിച്ചതും വെടിനിർത്തലിന് വേണ്ടി ഇടപെട്ടതും ഖത്തർ. ഇതിനിടയിലും ഹമാസിന് വേണ്ടി തുരങ്കങ്ങൾ വഴി ആയുധം ഒഴുക്കിയതും ഖത്തർ തന്നെയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഡബിൾ റോൾ കളിക്കുകയാണ് ഖത്തർ സത്യത്തിൽ. 2012 മുതൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസ് നേതാക്കളുടെ താമസം. ഗാസയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ഹമാസ് ഭീകര നേതൃത്വം തങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതും ഏകോപിപ്പിച്ചതും ഖത്തർ കേന്ദ്രമാക്കിയായിരുന്നു. മൊസാദിന് വേണ്ടത് യഹ്യ സിൻവാറിനെ, ജൂതരാഷ്ട്രത്തിന്റെ സർവനാശം. അതാണ് യഹ്യ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ ഭീകരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് അപകടം തന്നെയാണ്. യഹ്യയെ വിട്ടുകിട്ടണമെന്ന് ഇസ്രായേൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഖത്തർ ഒളിച്ചുകളി തുടരുന്നു. റൈസിയുടെ തല വീണതോടെ ഖത്തറിന് പേടി തുടങ്ങി. 1990കളിൽ ഖത്തർ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചപ്പോൾ അക്കാലത്ത് സൗദികളെ അമ്പരപ്പിച്ചെങ്കിലും മറ്റൊരു വഴി കൂടെ ഗാസ നിയന്ത്രിക്കുന്ന ഹമാസിനും പിന്തുണ വാഗ്ദാനം ചെയ്തു. വൈദ്യുതി ആവശ്യങ്ങൾ, പൊതുശമ്പളം, പുതിയ അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ, സ്കൂളുകൾ എന്നിവയ്ക്കായി ദോഹ ഗാസയ്ക്ക് ധനസഹായം നൽകിയിട്ടുണ്ട്. ഹമാസിനെയും താലിബാനെയും പിന്തുണയ്ക്കുന്നതിൽ ഖത്തറിന്റെ പങ്ക് വലുതാണ്. ഖത്തറിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് അമേരിക്ക. ഈ അമേരിക്കയും എതിർപ്പ് അറിയിച്ചു. എന്നാൽ ചിലപ്പോഴൊക്കെ ഖത്തറിന്റെ ഇടപെടൽ US-ന് ഗുണം ചെയ്തിട്ടുമുണ്ട്. മേഖലയിലെ സംഘർഷങ്ങളിൽ ഇടനിലക്കാരന്റെ റോളും US-നും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും വിഷയങ്ങളിൽ ഏർപ്പെടാൻ കഴിയാത്തപ്പോൾ കളത്തിൽ വരുന്നതും ഖത്തറാണ്. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരിടത്തുമില്ലാത്ത ഒരു ബാലൻസിംഗ് ആക്ടാണ് ദോഹ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റ് അറബ് രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും ഇറാനോട് അടുത്തതുമാണ്. ഇന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും ഇസ്രായേലിനോട് പഴയ ശത്രുതയില്ല. 3 തവണ അടിച്ചിട്ടും തോൽവിയേറ്റതിന്റെ പേടി കൊണ്ടുകൂടിയാവാം അവർ തങ്ങളുടെ പണി നോക്കി ഒതുങ്ങിക്കൂടാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ ഭൂലോകത്ത് നിന്ന് ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഷിയ മുസ്ലിം രാഷ്ട്രമായ ഇസ്ലാമിക മത കാർക്കശ്യത്തിന്റെ അവസാന വാക്കായ ഇറാൻ. അതോടെ ഇറാനെ തീർക്കുമെന്ന് മൊസാദും പ്രഖ്യാപിച്ചു. വലിയ വിലയാണ് ഇറാൻ അതിന് കൊടുക്കേണ്ടി വന്നതെന്ന് ഉറപ്പ്. തങ്ങളുടെ കൊച്ചു രാജ്യത്തെ ഒരു മിസൈൽ പോലും വീഴാത്ത രീതിയിൽ സംരക്ഷിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. പക്ഷേ അവർ നിരന്തരം ഇറാന് പണി കൊടുത്തു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തോടെ ഈ പോര് മുറുകി ഒടുവിൽ റൈസിയുടെ മരണത്തിൽ വരെ എത്തി നിൽക്കുകയാണ്. റൈസി കൊല്ലപ്പെട്ടത് അറബ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് ഏതു നിമിഷവും മൊസാദിന്റെ വേട്ടയാടൽ ഉണ്ടാകാമെന്ന ഭയം ഖത്തറിനെ വിഴുങ്ങുകയാണ്. മൊസാദിന് വേണ്ട യഹ്യയെ സംരക്ഷിക്കുന്നത് ഖത്തറാണ് എന്നതാണ് ഖത്തറിന്റെ തലതെറിക്കാൻ കാരണമാകുന്നത്. സെപ്റ്റംബർ 7 ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ഹമാസ് നടത്തിയ കൂട്ടക്കൊലയുടെ സൂത്രധാരനാണ്. ലോകത്തെ ഏറ്റവും സജ്ജമായ സൈനിക ശേഷി എന്ന ഖ്യാതിയുള്ള ഇസ്രായേലിനെ നാണം കെടുത്തിയ ആക്രമണമായിരുന്നു അത്. 2017 മുതൽ ഹമാസിന്റെ തലപ്പത്തുള്ള ഈ നേതാവാണ് താരതമ്യേന ദുർബലമായ സംഘത്തെ ഇസ്രായേലിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന വിധത്തിൽ സജ്ജമാക്കിയത്. ഈ ഒരു മനുഷ്യനെ ജീവനോടെയോ അല്ലാതെയോ കിട്ടിയാൽ തീരാവുന്ന ഒരു യുദ്ധത്തിന്റെ പേരിൽ ഇപ്പോൾ 36,000-ഓളം ജീവനുകൾ ഗാസയിൽ പൊലിഞ്ഞു കഴിഞ്ഞു. നന്നായി ഹീബ്രു ഭാഷ സംസാരിക്കുന്ന യഹ്യ സിൻവറിന് ഇസ്രായേലികളുമായി അടുത്ത് ഇടപഴകാനുള്ള കഴിവ് അപാരം.
അതുപോലെ തന്നെ അദ്ദേഹം ഹമാസിന്റെ യുവാക്കളെ ഈ ഭാഷ പഠിപ്പിച്ചു. തുടർന്ന് അയാൾ നടത്തിയ കെണിയാണ് ഇസ്രായേലിന് വലിയ ദുരന്തമുണ്ടാക്കിയത്. ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിൽ നിർണായകമായതും അത് തന്നെ. ഹീബ്രു ഭാഷ പഠിപ്പിച്ച 18,000 പലസ്തീൻ ചെറുപ്പക്കാരെ ഇസ്രായേലി വർക്ക് പെർമിറ്റ് എടുപ്പിച്ച് സിൻവർ ഇസ്രായേലിലേക്ക് അയച്ചു. ഇസ്രായേൽ ആകട്ടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ഇത് സ്വാഗതം ചെയ്യുകയും ചെയ്തു. കാരണം ഗാസയിൽ കൂലി വളരെ കുറവാണ്. അതിന്റെ 6 ഇരട്ടിയോളം ഒരു ദിവസം ഇസ്രായേലിൽ ജോലി ചെയ്താൽ കിട്ടും. ഇസ്രായേലിലാവട്ടെ വീട്ടുജോലി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആളെ ആവശ്യവുമുണ്ട്. ഇങ്ങനെ പ്രതിദിനം ഇത്രയേറെ പലസ്തീനികൾ രാവിലെ ഗാസ അതിർത്തിയിൽ പാസ് കാണിച്ച് ഇസ്രായേലിലേക്ക് വരികയും അവർ അവിടെ ജോലി ചെയ്ത് വൈകുന്നേരം ഗാസയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ ഇടകലരുമ്പോൾ പലസ്തീനികളുടെ രോഷം നേർപ്പിക്കപ്പെടുമെന്നായിരുന്നു ഇസ്രായേൽ കരുതിയത്. പക്ഷേ ഇത് യഹിയ സിൻവറിന്റെ കെണിയാണെന്ന് അവർ അറിഞ്ഞില്ല. ഈ വിവരങ്ങളെല്ലാം ആക്രമണത്തിൽ പിടിക്കപ്പെട്ടവരെ ചോദ്യം ചെയ്തതോടെയാണ് പിടികിട്ടിയത്. 2023 ഫെബ്രുവരി 13 അർദ്ധരാത്രി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹെഗാരി ഹമാസ് തലവൻ യഹിയ സിൻവറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുമെന്ന് പ്രഖ്യാപിച്ചു. തീപ്പൊരി പ്രാസംഗികനും സംഘാടകനുമായ ഈ ഹമാസ് നേതാവിന്റെ തലയ്ക്കിപ്പോൾ മൊസാദ് വിലയിട്ടിരിക്കുന്നത് ലക്ഷങ്ങളാണ്.